ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, കേരളം UDF ഉറപ്പിച്ചു. 10 വർഷത്തെ പിണറായി വിജയൻ ഭരണം അവസാനിപ്പിച്ച് കേരളത്തിൽ UDF സർക്കാർ അധികാരം പിടിക്കും. ഫലമറിയാൻ ഇനി അവശേഷിക്കുന്നത് വെറും 3 ദിവസം മാത്രമാണ്. മെയ് 4-ന് കേരളം ഉണരുന്നത് UDFന്റെ വിജയവാർത്ത കേട്ടുകൊണ്ടാണ്. പിണറായി വിജയൻ 3.0 സ്വപ്നം കണ്ട് ഇറങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും LDF മുന്നണിയെയും കടപുഴകി എറിഞ്ഞുകൊണ്ട് കേരളം കൈപിടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ചില എക്സിറ്റ് പോളുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് വിധി പറയുമ്പോൾ LDFന് വ്യക്തമായ മുൻതൂക്കം ഒരു സർവേയും പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒന്നുകിൽ ഏകപക്ഷീയമായി UDF വിജയിക്കും, അല്ലാത്തപക്ഷം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDFനെ UDF മറികടക്കും. എന്തായാലും എക്സിറ്റ് പോളുകൾ UDF വിജയം അടിവരയിട്ട് പറയുന്നുണ്ട്. എക്സിറ്റ് പോളുകളുടെ ആകെ തുക ചേർത്തിട്ടുള്ള ഒരു കണക്ക് വേഗത്തിൽ നോക്കാം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ UDF മേൽക്കൈ നേടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 സീറ്റ് വീതം LDFും UDFും നേടും. ഒരു സീറ്റിൽ BJPക്ക് സാധ്യത കാണുന്നുണ്ട്. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 6-ൽ UDFും 5-ൽ LDFും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. കോഴിക്കോട്ടേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളിൽ 6ഇടത്ത് LDF വിജയിക്കുമ്പോൾ 7ഇടത്ത് ജയം UDFിനോടൊപ്പം നിൽക്കും. വയനാടും UDFിനാണ് മേൽക്കൈ. 3 സീറ്റുകളിൽ 2 UDF പിടിക്കും, LDFന് 1-ൽ ഒതുങ്ങും. മലപ്പുറത്തേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം 16ആണ്. അതിൽ 14ഉം UDF പിടിക്കുമ്പോൾ വെറും 2 എണ്ണത്തിൽ മാത്രമാണ് LDFന് സാധ്യത കൽപ്പിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പറഞ്ഞാൽ അഭിപ്രായ സർവേ ചർച്ച ചെയ്ത് 48 മണ്ഡലങ്ങളിൽ 17 എണ്ണം LDFിനോടൊപ്പം നിൽക്കുമ്പോൾ 30 എണ്ണം UDF പിടിക്കും, ഒരു സീറ്റിൽ BJPയും വിജയിക്കും. അടുത്തത് തൃശൂർ ജില്ലയാണ്. 8 എണ്ണം UDF പിടിക്കുമ്പോൾ LDF 5-ലേക്ക് വീഴും. പാലക്കാട്ടേക്ക് വന്നാൽ മുൻതൂക്കം UDFിനാണ്. ഇവിടെ ഒരു സീറ്റിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. 6 എണ്ണത്തിൽ UDF വാഴുമ്പോൾ LDFന് 5 സീറ്റ് കിട്ടും. ഇടുക്കിയിലും UDF കരുത്ത് കാട്ടുമെന്നാണ് സർവേ അടിവരയിടുന്നത്. ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ UDF 3, LDF 2 എന്നാണ് ഇടുക്കി പറയുന്നത്. എറണാകുളത്തെ 14 സീറ്റുകളിൽ 10 എണ്ണം വലതുപക്ഷത്ത് നിൽക്കുമ്പോൾ 4 എണ്ണം ഇടതിനോടൊപ്പം നിൽക്കും. പത്തനംതിട്ടയിൽ പക്ഷേ LDFനാണ് മേൽക്കൈ പറയുന്നത്. ആകെയുള്ള 5-ൽ 3 LDF പിടിക്കുമ്പോൾ UDF 2-ൽ ഒതുങ്ങും. കോട്ടയത്തെ 9 നിയമസഭാ സീറ്റുകളിൽ 6 എണ്ണം വലതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ഇടതിന് 3 സീറ്റ് കിട്ടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴയിലും UDFന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് സർവേ പറയുന്നുണ്ട്. 9 മണ്ഡലങ്ങളിൽ 6ഉം വലതിനോടൊപ്പം നിൽക്കുമ്പോൾ LDF ശക്തി കേന്ദ്രങ്ങളിൽ തകർന്ന് 3 സീറ്റുകളിലേക്ക് വീഴും. കൊല്ലത്ത് 11 മണ്ഡലങ്ങളിൽ 7-ലും UDF ജയിക്കുമെന്ന് പറയുന്ന സർവേ 4 എണ്ണത്തിൽ LDFനാണ് ജയം പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്തും UDF തേരോട്ടമാണ് പ്രവചിക്കുന്നത്. UDF 8, LDF 4, BJP 2 എന്നിങ്ങനെയാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ആകെയുള്ള ഫലം നോക്കുമ്പോൾ 77 സീറ്റുമായി UDF അധികാരം പിടിക്കുമെന്നാണ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. LDFന്റെ 2021-ലെ 99 സീറ്റ് എന്ന റെക്കോർഡ് ഇക്കുറി വെറും 59-ലേക്ക് വീഴും. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ BJP വിജയം നേടുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. എന്തായാലും UDFന് കിട്ടാവുന്നതിൽ ഏറ്റവും കുറവ് സീറ്റുകൾ ചേർത്തിട്ടാണ് ഈ 77 എന്ന സംഖ്യയിലെത്തുമെന്ന് സർവേകൾ പറയുന്നത്. ആശങ്കകൾക്ക് ഇനി അവസാനമില്ല. 4-ാം തീയതി UDF തേരോട്ടമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എക്സിറ്റ് പോളുകൾ അവസാനിക്കുന്നത്.